സർ, ഈ യു.എസ്. ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടല്ലോ. അതിൽ ശരിക്കും ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാകുന്നത് ആർക്കായിരിക്കാം? അതിനകത്ത് 2 പേർക്കാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുക. ഇപ്പൊ യുക്രൈൻ സോറി ഇസ്രായേൽ യു.എസ്. ഇസ്രായേൽ അമേരിക്ക ചേർന്നിട്ട് ഇറാന്. ഇറാനെ അടിക്കുന്ന യുദ്ധത്തിൽ, അതോടൊപ്പം തന്നെ ഇപ്പോൾ യുക്രൈൻ റഷ്യ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ യുക്രൈൻ വാറിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇസ്രായേൽ അമേരിക്ക ചേർന്നുള്ള യുദ്ധത്തിൽ മറ്റേ ഇറാനെതിരെയുള്ള യുദ്ധം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം മുഖ്യ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ, അതായത് അമേരിക്കയ്ക്കാണ്. അതേസമയത്ത് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേരാണ് ഇതിനകത്ത് നേട്ടം കൊയ്യുന്നത്. ഒന്ന് അമേരിക്ക, 2 പുടിനാണ്. ഇപ്പോൾ ഒരു പക്ഷേ അമേരിക്കക്കാൾ കൂടുതൽ ഇപ്പോൾ അമേരിക്ക ഇറാൻ്റെ പ്രതീക്ഷിച്ച കണക്കല്ല, അടി വല്ലാണ്ട് കൊണ്ടിട്ട് കിടന്ന് പൊളയുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ് അമേരിക്ക നിൽക്കുന്നത്. പുറത്ത് സമ്മതിക്കാനും പറ്റുന്നില്ല. ഈ അടി കൊണ്ട് പൊളച്ചിൽ കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്നെയാണ്. ശരിക്കും ലോട്ടറി പുടിനാണ്. മെഗാ ലോട്ടറി. അതെങ്ങനെയാ സർ റഷ്യക്ക് ലോട്ടറി ആവുന്നത്? റഷ്യക്ക് ലോട്ടറി എന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ കേസെടുത്ത് നോക്കുക. നമ്മൾ ഇനിയിപ്പോൾ ഈ അടുത്ത മാസം തൊട്ട് ഗ്യാസിന് എത്ര രൂപ വില അധികം കൊടുക്കണം? 60 റുപ്യ കൊടുക്കണം വീട്ടുകളിലേക്കുള്ളത്. മറ്റേ കൊമേഴ്സ്യലിൻ്റെ അതിനെക്കാട്ടി കൂടുന്നുണ്ട്. എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇത് നമ്മളെ നേരിട്ട് ബാധിക്കുന്നതാണ് അല്ലേ? ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മളെ ബാധിച്ചതാണ്. അപ്പോൾ ഈ ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ഓയിൽ ട്രാഫിക്, അതല്ലെങ്കിൽ കപ്പലുകളുടെ ഈ എണ്ണ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകളുടെ ഗതാഗതം ഇപ്പോൾ ആൾമോസ്റ്റ് നിലയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് നിലച്ചു കഴിഞ്ഞാൽ ആഗോള എണ്ണ കമ്പോളം എന്ന് പറയുന്നത് സ്തംഭന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ആഗോള സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും, സകല മേഖലയും ബാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ധനമാണല്ലോ വേണ്ടത്. ചലിക്കാനായിട്ട് പ്രാഥമികമായിട്ട് എല്ലാവർക്കും ഇന്ധനമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇന്ധനമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു ചലനശേഷി അറ്റ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഏതാണ്ട് $70 കടന്നിരുന്ന സംഗതിയാണ് ഏത് പെർ ബാരൽ പെട്രോൾ ഉൽപ്പന്നത്തിൻ്റെ വില. ഇപ്പോൾ അത് $100 കഴിഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് $50 റഷ്യയുടെ എണ്ണവില വന്നു. കാരണം എന്താ, റഷ്യക്കെതിരെ അമേരിക്കയും നാറ്റോയും എല്ലാവരും കൂടെ വികസിത രാജ്യങ്ങളും എല്ലാം കൂടെ ഏർപ്പെടാക്കിയ സാങ്ഷൻസിൻ്റെ പേരിൽ ആരും റഷ്യയുടെ എണ്ണ വാങ്ങിക്കാതെ വന്നു. ആ സമയത്താണ് നമ്മൾ വാങ്ങിക്കൂട്ടി അത്യാവശ്യം നമുക്ക് ലാഭം ഉണ്ടാക്കിയൊരവസ്ഥ. അത് യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം അത് നമുക്ക് ഇന്ത്യക്ക് വളരെ അനുകൂലമായ ഘടകമായിരുന്നു. ഇപ്പോഴത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓയിൽ ട്രാഫിക്ക് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ റഷ്യയുടെ മുകളിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങൾ ഇവിടുത്തുള്ള എല്ലാ സാങ്ഷൻസും അമേരിക്ക മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മളെ സംബന്ധിച്ചിട്ട് അത് ഇന്ത്യ ഗവൺമെൻറ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ആ ഒരു സംഗതി നമ്മളെ ബാധിച്ചില്ല. നമ്മൾ പൊതുവേ 40 രാജ്യങ്ങളുമായിട്ട് എവിടെ നിന്നൊക്കെയാണോ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് അവിടെ നിന്നൊക്കെ വാങ്ങിക്കുക. അതാണ് രാജ്യത്തിൻ്റെ പോളിസി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും 20% എണ്ണ നമ്മൾ റഷ്യയിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മാറിയിട്ട് ഈ എണ്ണയുടെ വില റോക്കറ്റ് മാറി നമ്മുടെ ഈ ഇറാനും ഇസ്രായേലും ഒക്കെ അയക്കുന്ന റോക്കറ്റ് പോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വില. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് മുഴുവൻ ഇപ്പോൾ നേരത്തെ ഈ എന്തുകൊണ്ടാണ് ഈ 50 രൂപയിലേക്ക് പിന്നെ ഈ റഷ്യ എണ്ണ കൊടുക്കാൻ തയ്യാറായത്? കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിലെ വരുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് വില കുറയുമല്ലോ. അങ്ങനെയാണ് ഇന്ത്യയൊക്കെ വാങ്ങിക്കൂട്ടുന്നത്. പക്ഷെ ഇപ്പം നല്ല ഡിമാൻഡ് തോന്നും. കാരണം ആഗോള വിതരണം കംപ്ലീറ്റ് ലോജിസ്റ്റിക്സ് തരാറിലായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെ എക്കോണമി ആകെ തകർന്നിരിക്കുകയാണ്. യുക്രൈൻ വാർ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്താണ് റഷ്യയുടെ എങ്ങനെയാണ് ആഭ്യന്തരമായിട്ടുള്ള ഈ എക്കോണമിയുടെ പിടിച്ചു നിൽക്കേണ്ടത്, എങ്ങനെയാണ് യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, രാജ്യത്തിനെ മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള രീതിയിൽ സാമ്പത്തികമായ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഈ യുദ്ധം വരികയും ഇത് ഒരു ബമ്പർ ലോട്ടറി ആയിട്ട് റഷ്യക്ക് മാറുകയും ചെയ്യുന്നത്. ഈ ഇറാന്റെ കയ്യിൽ ഒരുപാട് ഓയിൽ ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ ഒരുപാട് വാങ്ങുന്നുണ്ട്. മേജർ പോർഷൻ വാങ്ങുന്നത് ചൈനയുമാണ്. എന്നിരുന്നാൽ പോലും ഒരു പക്ഷേ ഈ ഓയിൽ റഷ്യയും വാങ്ങുന്നുണ്ടായിരിക്കാമല്ലോ. ചൈനയാണ് മെയിനായിട്ട് വാങ്ങുന്നത്. ചൈന വാങ്ങുന്നത്, നമ്മൾ വാങ്ങുന്നുണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങൾ. അപ്പൊ ഈ റഷ്യ സ്വാഭാവികമായിട്ടും ഇറാനെ അല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോ ഈ ഉപരോധം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ നന്മയ്ക്കാകുമ്പോൾ അത് ട്രംപ് എങ്ങനെ? ഇതിനകത്ത് നമ്മൾ ജിയോ പൊളിറ്റിക്സ് ഇപ്പോഴത്തെ നമ്മുടെ ജിയോ പൊളിറ്റിക്സിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ നമ്മൾ തമ്മിലുള്ള ഈ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ സൗഹൃദങ്ങളോ ഒന്നും പ്രശ്നമല്ല. എല്ലാ രാജ്യങ്ങളുടെയും താല്പര്യം, പ്രത്യേകിച്ച് അത് പണ്ട് തൊട്ടേ തന്നെയാണ്. എങ്കിലും ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഓരോരോ രാജ്യങ്ങളുടെ താല്പര്യം എന്താണോ അതിനാണ് മുൻതൂക്കം. അതിന് വേറൊരു പ്രശ്നമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ റഷ്യ ഇറാൻ്റെ പിന്നിലുണ്ട്. ഇറാന് സാങ്കേതിക സംവിധാനം കൊടുക്കുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകളുടെയും മറ്റ് നാവിക അല്ലെങ്കിൽ അവരുടെ ഓരോ നീക്കങ്ങളുമൊക്കെ റഷ്യൻ ഇൻ്റലിജൻസ് അപ്പപ്പോൾ ഇറാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ആ സാങ്കേതിക വിദ്യയൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല അടിക്കാനുള്ള നല്ല സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആയുധ സഹായം കൊടുക്കുന്നുണ്ട്. ചൈനയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ട് സാധനം. അതേ സമയത്ത് തന്നെ അമേരിക്ക ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഇറാൻ്റെ ഓയിൽ പിന്നെ റിഫൈനറീസ് തകർത്തു. ഇത് തകർത്ത് കഴിഞ്ഞാൽ ആർക്കാണ് മെച്ചം ഉണ്ടാവുന്നത്? റഷ്യക്കാണ് മെച്ചം ഉണ്ടാവുന്നത്, അല്ലേ? കാരണം ഇറാനിൽ നിന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ഇറാനിൽ നിന്ന് വാങ്ങുന്ന എണ്ണയിൽ കുറവ് വരുമ്പോൾ യുദ്ധം നാളെ അവസാനിച്ചെന്നിരിക്കട്ടെ, എന്നാൽ പോലും ഇറാന് പെട്ടെന്നൊന്നും പഴയ രീതിയിൽ ഈ എണ്ണ വിതരണം തുടങ്ങാൻ സാധ്യമാവില്ല. അതുപോലെ ചൈനയ്ക്ക് ഇറാനിന് കൊടുക്കണം, അതും ഈ പറഞ്ഞ അതിലും ഈ പറഞ്ഞ നേരിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇറാനെ അമേരിക്ക അടിക്കുന്നത് പോലും ഇന്നിപ്പോൾ റഷ്യക്കാണ് അത് ലോട്ടറിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യയിൽ നല്ല സംഗതികളുണ്ട്. അത് മാത്രമല്ല, ഇതിന് ഈ പുടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ വാർ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്നത്, അസാധ്യ ബുദ്ധിമാൻ എന്ന് പറയുന്നത് പുടിനാണ്. അല്ലാതെ ഈ സിഐയും ട്രംപും ഒന്നുമല്ല. കാര്യം പുടിൻ്റെ ട്രെയിനിങ് അത് തന്നെയായിരുന്നല്ലോ. അപ്പോൾ പുടിൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന സാധനം വേറെ എന്താ അറിയുമോ? ഇപ്പോഴും പിന്നെ റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഗ്യാസ് വഴി ട്യൂബ് വഴി കുഴൽ വഴി ഗ്യാസ് പോകുന്നു. ഇപ്പം മൂപ്പരത് അടയ്ക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യം ഞങ്ങൾക്ക് വേറെ മാർക്കറ്റുകൾ കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഗ്യാസ് വേണം. കാര്യം ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് നിലച്ചു, അല്ലേ? നമുക്കിപ്പോൾ വളരെ അത്യാവശ്യമായിട്ടാണ് ഗ്യാസ്. ഈ പ്രകൃതിവാതകം വേണ്ട അത്യാവശ്യ സമയമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിൻ്റെ റിക്വയർമെൻ്റ് അല്ലേ, ഡിമാൻഡ് മീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ചൈന വാങ്ങാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് യൂറോപ്പിന് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള സാധനം പറയും. അപ്പോൾ യൂറോപ്പ് എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിപ്പോൾ നമുക്ക് ആലോചിച്ച് വരുമ്പോഴത്തേക്ക് ഈ പുടിനും ട്രംപും കൂടെ ചേർന്നൊരു കളിയാണെന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും. ഇപ്പോൾ പുടിൻ അങ്ങനെ പറയുന്നു, യൂറോപ്പിന് ഈ ഊർജ്ജ പ്രതിസന്ധി വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കക്കെതിരെ അവരെ തിരിയുമല്ലോ. അമേരിക്കക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട സാധനം ഈ പുടിനും ട്രംപും കൂടെ എന്താണ് പരിപാടി ഒപ്പിക്കുന്നൊരു സംശയം പോലും നമുക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ദോസ്തുക്കളാണോ സർ? എന്തോ പുടിൻ്റെ കയ്യിൽ ട്രംപിൻ്റെ സാധനം ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയം തൊട്ട് ഈ ട്രംപിനെതിരെ ആഞ്ഞടിക്കുമെങ്കിലും പുടിനെതിരെ ട്രംപ് ആഞ്ഞടിക്കുമെങ്കിലും ഈ ട്രംപ് പുടിനെ കാണുന്ന സമയത്ത് ഒരു മുട്ടടിപ്പ് പോലൊരു സാധനമുണ്ട്. അത് അലാസ്കയിൽ വന്നപ്പോഴും എന്തോ ഒരു ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ സ്കൂളിലൊക്കെ പണ്ട് DE വരുമ്പോൾ ഹെഡ് മാസ്റ്റർ നിൽക്കുന്ന പോലെയായിരുന്നു ഈ ട്രംപ് അവിടെ അലാസ്കയിൽ നിന്നിരുന്നത്. പുടിൻ ആ സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നടന്നത്. അപ്പോൾ എന്തോ ഒരു സംഗതി പുടിൻ്റെ കയ്യിലുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ നാറ്റോ എന്ന് പറയുന്ന സംഗതി ആൾമോസ്റ്റ് പൊളിഞ്ഞുപോയി. കാര്യം അമേരിക്ക ആൾമോസ്റ്റ് പ്രായോഗികമായിട്ട് പുറത്തു വന്നു. നാറ്റോയുടെ ഭാഗമാണെങ്കിൽ, ഔദ്യോഗിക രേഖാമൂലം ഭാഗമാണെങ്കിലും പ്രായോഗികമായി ഇപ്പോൾ അമേരിക്ക നാറ്റോയുടെ ഭാഗമല്ല, അല്ലേ? എന്നിട്ട് മാത്രമല്ല, ഇപ്പോഴത്തെ ഇറാൻ്റെ യുദ്ധത്തിനകത്ത് ഇപ്പോൾ ട്രംപിന് ഇപ്പോൾ ഇറാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദേഷ്യം ബ്രിട്ടൻ്റെ അടുത്താണ്. കാര്യം ഇനി ഞങ്ങൾ ജയിക്കാൻ പോകുന്ന യുദ്ധത്തിൽ ഞങ്ങളോട് ഒന്ന് ചേരണ്ട, പിന്നെ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ നിങ്ങൾ അറച്ചു നിന്നു, നിങ്ങൾ പങ്കുചേർന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബ്രിട്ടനെയാണ് ആക്രമിക്കുന്നത്. കാര്യം ബ്രിട്ടൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അത് മാത്രമല്ല, ഈ ബ്രിട്ടനാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്ത് വരികയും ചെയ്തു. അപ്പം യൂറോപ്യൻ രാജ്യങ്ങളെ ഇപ്പം ഈ പുടിൻ പറഞ്ഞിരിക്കുന്നു ഗ്യാസ് നിർത്തുമെന്ന്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ബോംബിടേണ്ട ആവശ്യമില്ല. ഈ ഗ്യാസ് നിർത്തിക്കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് പിന്നെ പുടിന് ബോംബിടേണ്ട ആവശ്യമില്ല. എനർജി പ്രതിസന്ധി ഒന്ന് ആലോചിച്ച് നോക്കാം, യൂറോപ്പ് എന്ത് ചെയ്യുന്നു. അപ്പോൾ അതൊരു മറ്റൊരു യുദ്ധതന്ത്രവും കൂടിയാണ്, യൂറോപ്പിനെ പരിധിക്ക് നിർത്തുന്നു. മനസ്സിലായല്ലേ? അപ്പോൾ അവിടെ ഈ ട്രംപും പുടിനും തമ്മിൽ വീണ്ടും നമുക്ക് സംശയം തോന്നുന്നത് അവിടെയാണ്. കാര്യം ഈ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ കാണാത്ത ബാക്ക് ഡോർ പോളിസികളാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായേ? അതിന്റെ മലയാളം അവിഹിതം എന്നാണ് അതങ്ങനെ. അല്ല, അത് രണ്ടുപേരും പോരെടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. പക്ഷെ എവിടെയോ സാറ് പറയുന്നത് പോലെ എന്തോ ഒരു ചേർച്ച ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യൂറോപ്പിനെതിരെ ഉള്ള ഒരു നിലപാട്. കാരണം പിന്നെ ട്രംപ് പറഞ്ഞു, ഈ അലാസ്കയിലെ മീറ്റിങ്ങിന് ശേഷം യൂറോപ്യൻ യൂണിയനിലെ നേതാക്കന്മാരുമായിട്ട് വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ട്രംപ് മീറ്റിംഗ് നടത്തി. അവിടെ വെച്ച് പുടിനെ വിളിച്ച് ദീർഘമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ട്രംപ് പറഞ്ഞു വിട്ടത് എന്താണ്,
ഉക്രൈൻ്റെ കാര്യം ഇനി മുതൽ നിങ്ങൾ നോക്കിക്കോണം, അത് യൂറോപ്പിൻ്റെ ഭാഗമാണ് അല്ലേ. അതെ. അപ്പോൾ ആ ഒരു അതോടുകൂടിയാണ് യൂറോപ്പ് ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന സംഗതി ഗോൾ അടിക്കുന്നത്, അതായത് ആയുധങ്ങളുടെ മാർക്കറ്റ് വർദ്ധിക്കും തോറും അമേരിക്കയുടെ വിപണിയും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഉയരുകയാണ് ചെയ്യുന്നത്. അതാണ് സിമ്പിൾ സാധനം. അവിടുത്തെ ലോക്ഹീഡിലല്ലേ, ലോക്ക്ഹീഡ് മാർട്ടിൻ. ലോക്ഹീഡ് മാർട്ടിൻ ആയുധ കമ്പനിയുടെ ഇത് അമേരിക്കൻ ബജറ്റിൻ്റെ എത്ര 4%, 0.4% കൊണ്ടാണ് കഴിഞ്ഞ വർഷം വർദ്ധിച്ചത്. അവരുടെ ജി ഡി പിയുടെ 0.4% ആണോ, എനിക്ക് എത്രയാണെന്ന് അറിയില്ല, എന്തായാലും ഒരു 4% ആണത്. 0.4 ആണെങ്കിൽ പോലും അമേരിക്കൻ എക്കോണമിയുടെ 0.4 എന്ന് ആലോചിച്ച് നോക്കണം സാധനം. അപ്പോൾ അത് വർദ്ധിച്ചിരിക്കുന്ന സാധനം. അപ്പോൾ ഇത് അവിടെ എവിടെയെല്ലാം യുദ്ധം ഉണ്ടാകുന്നു അവിടെയൊക്കെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, യുദ്ധത്തിൻ്റെ ആയുധങ്ങളുടെ മാർക്കറ്റ് വർദ്ധിക്കുന്ന സമയത്ത് അമേരിക്കയുടെ വിപണിയാണ് വിപുലീകരിക്കപ്പെടുന്നത്. അതേപോലെ ഇപ്പോൾ ഈ എണ്ണ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ആലോചിച്ച് നോക്കുക, $70 കിട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 70 ഡിസ്കൗണ്ടിലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് റഷ്യ. ഒറ്റയടിക്കാണ് ഒരു ബാരലിൻ്റെ പുറത്ത് ഏതാണ്ടൊരു 40 പകുതിയില്ലെങ്കിലും പകുതിയോളം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി റഷ്യയുടെ പിന്നെ കോഫേഴ്സ് അല്ലെങ്കിൽ ഖജനാവ് നിറയുന്നതിന് വേറെ എന്ത് വേണം? ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തുള്ളിച്ചാടുക ഇപ്പോൾ പുടിനാണ്. അപ്പോൾ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യ സഹായങ്ങളും ട്രംപ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും ഇറാന് ഈ എണ്ണ വിതരണം പഴയതുപോലെ പുനരാരംഭിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പം വർഷങ്ങൾ വേണ്ടി വരും അല്ലേ. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു യുദ്ധത്തിനകത്ത് ഏറ്റവും ഇപ്പം റഷ്യ ഉക്രൈൻ വാർ വന്നപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ചത് ഇന്ത്യക്കാണ്. അത് നമുക്ക് സമ്മതികരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം ഇറാനും അമേരിക്കയും ഇസ്രയേലും കൊണ്ടുള്ള ചേർന്നുള്ള യുദ്ധത്തിനകത്ത് ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് റഷ്യക്കാണ്.